ഡിഗ്രി ചെയ്യുന്നത് B.Sc ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ എനിക്കൊരു ആക്ച്വലി ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ആദ്യം ഈ ക്ലാസ്സൊക്കെ വന്നപ്പോൾ എനിക്ക് കോപ്പി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ടായിരുന്നു. എനിക്ക് കോപ്പി ചെയ്ത് വരാൻ പറ്റുമോ? ബട്ട് ആഫ്റ്റർ 10 days ഓഫ് ക്ലാസ് എനിക്ക് തോന്നി അത്യാവശ്യം എനിക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയത് ഈ ഒരു ക്ലാസ് കൊണ്ടിട്ടാണ്. എനിവേ താങ്ക് യു ഫോർ ദാറ്റ്, ഈ ക്ലാസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. ഒരുപാട് ടോപ്പിക്സ് പറഞ്ഞിരുന്നു. ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റ്, ബാക്ക് എൻഡ് ഡെവലപ്മെന്റ് എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അക്കാഡമിക്സിൽ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി പുറത്തുനിന്ന് നിൽക്കുന്നവർക്കെല്ലാം അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ് ജയിച്ച് കൊടുക്കുന്നുണ്ട്. ഓവറാൾ നല്ല ക്ലാസ്സാണ്, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു 10 ദിവസത്തെ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ പഠിച്ച കാര്യം വീട്ടിൽ പോയി ട്രൈ ചെയ്ത് നോക്കാനും അതിനൊക്കെ ഇത് പഠിക്കാനുള്ളൊരു ചാൻസ് കിട്ടും. ഓവറാൾ കൊള്ളാൻ ഇഷ്ടപ്പെട്ടു. വളരെ കുറഞ്ഞ എമൗണ്ടിൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ Django ഒക്കെ സെൻട്രേറ്റ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല എമൗണ്ട് ആവും. പക്ഷേ ഈ കുറഞ്ഞൊരു 10 ദിവസത്തെ ക്ലാസ്സിൽ നല്ല രീതിയിൽ, അതായത് ഫങ്ഷൻസ് പറ്റുന്ന രീതിയിൽ പറഞ്ഞു നമുക്ക് പറയുകയാണെങ്കിൽ തന്നെ ബേസ് തൊട്ടേ തുടങ്ങി നമുക്ക് അത്യാവശ്യം ഒരു ഡെവലപ്മെന്റിന്റെ 50% അല്ലെങ്കിൽ 75% ചെയ്യിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. കാരണം വേറെ സ്ട്രീമിൽ നിന്ന് വന്ന ബാക്കിയുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇപ്പം എന്താണ് ഒരു കോഡിങ് അല്ലെങ്കിൽ എന്താണ് ഒരു വെബ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ് കിട്ടാനായിട്ട് ഈ ഒരു ക്ലാസ് കൊണ്ട് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അതിന് വലിയ താങ്ക്സ് പറയാനായിട്ട് ഞാൻ വന്നത് കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല, ഞാൻ വന്ന ഫിസിക്സിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് ഈ പ്രോഗ്രാമിനെ പറ്റിയൊന്നും അറിയത്തില്ലായിരുന്നു. എനിക്ക് അത്തരത്തിൽ ഈ വെബ് പേജോ ജാങ്കോയോ ഒന്നും അറിയത്തില്ല. അതിൽ നിന്നാണ് ഇപ്പോൾ ഈ 10 ദിവസത്തെ ക്ലാസ് കൊണ്ട് എനിക്ക് ഒരുപാട് എന്തൊക്കെയോ അറിയാവുന്ന ഇത് വന്നത് ഒരു ഫീലുണ്ട്. പിന്നെ എന്താണ്, ഞാൻ ഒരുപാട് എൻ്റെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് എൻ്റെ ക്ലാസ്സുകളെല്ലാം ഇത് പഠിച്ചപ്പോൾ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇതിനെപ്പറ്റി അറിയണം ഒരുപാട് തോന്നിയപ്പോഴത്തേക്ക് ഞാൻ യൂട്യൂബിൽ ഒരുപാട് സെർച്ച് ചെയ്തു. അപ്പം എനിക്കിത് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഇതിൽ നിന്നിപ്പോൾ നല്ലൊരു ഇതുണ്ട്.